ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ ഗ്രാൻഡ് ഫിനാലെ എപ്പിസോഡിലേക്ക് ഇതേ ഒരു ദിവസം കൂടി മാത്രമാണ് ബാക്കിയുള്ളത്. ഇപ്പൊ 98 ദിവസങ്ങളാണ് അവിടെ സർവൈവ് ചെയ്ത് എല്ലാ മത്സരാർത്ഥികളും വന്നിരിക്കുന്നത്. 98 ദിവസങ്ങൾ സർവൈവ് ചെയ്തവരുമുണ്ട്, അതോടൊപ്പം വൈൽഡ് കാർഡ് എൻട്രിയിൽ വന്നിട്ട് ദിവസങ്ങൾ കുറവ് സർവൈവ് ചെയ്തവരുമുണ്ട്. പക്ഷെ എന്താണെങ്കിലും ടോപ്പ് 6 എന്നുള്ളതിൽ നിന്നും ടോപ്പ് 5ലേക്ക് എത്തിയിരിക്കുന്നു ജാസ്മിൻ, ജിൻഡോ, അർജുൻ, ഋഷി, അഭിഷേക്. ഇവർ ഇത്ര പേരാണ് ടോപ്പ് 5ൽ എത്തിയിരിക്കുന്നത്. ഇനി ഇവർ ടോപ്പ് 3യിലേക്ക് ആരൊക്കെ സെലക്ട് ആവും, ആരാണ് കപ്പ് കൊണ്ടുപോകാൻ പോവുക എന്നൊക്കെയുള്ള തരത്തിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആകെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ പബ്ലിക്കിന്റെ ഭാഗത്തു നിന്നുള്ള ലൈവായിട്ടുള്ള റെസ്പോൺസ് കൂടി എന്താണെന്ന് കേൾക്കാം. അവർക്ക് ആരോടാണ് താല്പര്യം, ആര് കപ്പെടുക്കുന്നതിലാണ് താല്പര്യം എന്നൊക്കെയുള്ളത് നമുക്ക് കേൾക്കാം. ജിൻഡോ 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 ബ്രോ. കപ്പ് ജിൻഡോക്ക്. ജിൻഡോ. ജാസ്മിന് കിട്ടത്തില്ല. ജാസ്മിൻ അവർ കൊടുക്കുള്ളൂ എന്ന് തോന്നാലും. ചിലവര് പറയുന്നത് അൺഫെയർ ആണെന്ന്. ശ്രീധു. അഭിഷേകിനെ പ്രതീക്ഷിച്ചില്ല. അടിപൊളിയാണ്. അർജുൻ. അഭിഷേക്. സ്റ്റിൽ ജിൻഡോ തന്നെ ആയിരിക്കും മേ ബി കപ്പ് അടിക്കാറ്. പിള്ളേരിൽ ഏറ്റവും ഫേവറേറ്റ് ആരാ? ജിൻഡോ. ജിൻഡോ. കാരണം എന്താ? പുള്ളി അടിപൊളിയല്ലേ, പുള്ളി വേറെ ലെവല്. പുള്ളി ഈ പ്രാവശ്യം കപ്പ് പുള്ളി നോക്കിക്കോ, പുള്ളി കൊണ്ടുപോകും, വേറെ ആരും കൊണ്ടുപോകില്ല, ഉറപ്പുള്ള. പിന്നെ നമ്മൾക്ക് പുള്ളിക്ക് ഓട്ടേ ഉള്ളൂ. ഇവൻ പുള്ളിയുടെ ഫാനല്ല, പക്ഷെ ഇവന്റെ പോണി ഞാൻ ഓട്ടേ ജിൻഡോക്ക്. കട്ട ഫാനല്ലേ, ജിൻഡോയുടെ കട്ട ആരാധകരാണ്. ഓ വേറെ ആരോടും അവിടെ ഒരു താല്പര്യം തോന്നിയിട്ടില്ല ഇപ്പൊ ഉള്ളതില്. പിന്നെ ഇവിടെ ജിൻഡോക്ക് ഒരു എതിരാളി ജാസ്മിൻ മാത്രമേ ഉള്ളൂ. ഇത് രണ്ടുപേരും ഇപ്പൊ ടൈറ്റിലാന്ന് തോന്നുന്നു. നോക്കാം, നമ്മുടെ കയ്യിലല്ലോ. ഇപ്പൊ നിലവിൽ അവിടെ ഉള്ളതിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കണ്ടസ്റ്റന്റ് ആരാ ബിഗ് ബോസില്? ജിൻഡോ ബ്രോ. ജിൻഡോ. എന്തെങ്കിലും റീസൺ ഉണ്ടോ? പുള്ളിയുടെ കണ്ടൻസ് ഒക്കെ അടിപൊളിയല്ലേ. തുടക്കം മുതലേ ഈ സീസൺ ഫോളോ അപ്പ് ചെയ്യുന്നതാണോ? ഞാൻ കഴിഞ്ഞ സീസണിലൊക്കെ ഫുൾ കാണുമായിരുന്നു. ഇപ്പൊ ജിൻഡോയുടെ ഒരു ഗെയിം ഇപ്പൊ ഈ ഒരു കുറച്ച് ദിവസങ്ങളിൽ വീക്കായ പോലെ ഫീൽ ചെയ്യുന്നുണ്ടോ? വീക്കാവരില്ല, പുള്ളിയുടെ സ്റ്റാറ്റിക്സ് അങ്ങനെ ആയിരിക്കാം. സ്ട്രാറ്റജി മാറ്റി പിടിച്ചതാണ്. ചില സമയത്ത് അവര് പുള്ളി ഭയങ്കര തിങ്ക് ചെയ്ത് ഓരോന്ന് വർക്ക്ഔട്ട് ചെയ്യുമല്ലോ. ഓക്കെ, ഇപ്പൊ ഫൈനൽ വരാൻ പോവാണ്. നാളത്തെ എപ്പിസോഡിൽ ഫൈനൽ ആയിരിക്കും. ആർക്കായിരിക്കും കപ്പ് കിട്ടാൻ പോകുന്നത്? ജാസ്മിൻ അവർ കൊടുക്കുള്ളൂ എന്ന് തോന്നാലും. എന്തുകൊണ്ട്? അതൊരു ഒത്തുകളിയാണത്. ഉറപ്പാണോ ഒത്തുകളിയാണെന്ന്? അതെ. എന്തിന്റെ ബേസിസിലാണ് നമുക്കത് അങ്ങനെ പറയാൻ പറ്റാ? കാര്യം ഇത്രയും അതിന്റെ അകത്ത് കാണിച്ചിട്ടും അതിന്റെ അകത്ത് നിർത്തണമെന്നാണെങ്കിൽ വേറെ എന്തെങ്കിലും കളി ഉണ്ടാവാതെ നിർത്തേണ്ട കാര്യമില്ലല്ലോ. ഫേവറിസം ആണെന്നാണോ പറയുന്നത്? അതെ. അപ്പൊ ജിൻഡോയുടെ ഒരു ഗെയിമിനെ പറ്റിട്ട് പറയുമ്പോ അടിപൊളിയാണ്. എന്റെ ഒരു ഓപ്ഷനിൽ ജിൻഡോക്ക് വേണം കപ്പ് കൊടുക്കാൻ, പക്ഷെ അവര് ജാസ്മിനെ കൊടുക്കുള്ളൂ. ഷുവർ ആണോ? ഉറപ്പാണ്. ഇപ്പം ജാസ്മിനും ജിൻഡോയ്ക്കും അല്ല കപ്പ് കിട്ടുന്നെങ്കിൽ എന്ത് ചെയ്യും? അങ്ങനെ കിട്ടാൻ ഓപ്ഷൻ ഇല്ല, അത് ജാസ്മിനുള്ളതാണ് ആ കപ്പ്. എനിക്ക് ശ്രീധുവിനെ ഇഷ്ടം. ശ്രീധു ഇന്നലെ ഔട്ടായി പോയല്ലോ. പോയോ? കണ്ടില്ല അല്ലേ? ഇന്നലെ കണ്ടില്ല. ശ്രീധുവിനെ ഇഷ്ടമായിരുന്നു. പിന്നെ എനിക്ക് ജിൻഡോനെ ഇഷ്ടമാണ്. ആണോ? ഇപ്പൊ ജിൻഡോ ഉണ്ട് ടോപ്പ് 5ല്. ജിൻഡോ ഒക്കെ ഉണ്ട്. ജിൻഡോ കപ്പ് വാങ്ങണമെന്നാണ് ആഗ്രഹം. എന്തുകൊണ്ടാണ് ജിൻഡോ ഇഷ്ടപ്പെടുന്നത്? അവന്റെ എന്താ പറയാ ഒരു പ്ലേ, എനിക്കത് ഇഷ്ടം. ആണോ? നല്ല രീതിയിൽ ഫെയർ ആയിട്ട് ഗെയിം കളിക്കുന്നു എന്നാണോ തോന്നുന്നത് ജിൻഡോ? കുഴപ്പമില്ല. ജാസ്മിനെ പറ്റിട്ട്? ജാസ്മിൻ കുഴപ്പമില്ല. ആരും അങ്ങനെ മോശമെന്ന് പറയാനില്ല. എല്ലാരും നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ് ആരാ? അങ്ങനെ ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ് ആയിട്ടൊന്നുമില്ല, എല്ലാവരും ഇഷ്ടമാണ്. അങ്ങനെ സ്പെസിഫിക് ആയിട്ട് ആരും ഇഷ്ടമല്ല. ഇപ്പൊ ഗെയിം വൈസ് നോക്കുമ്പോൾ ഏറ്റവും ബെറ്റർ ആണെന്ന് ഫീൽ ചെയ്യുന്ന ആരാ കപ്പ് കിട്ടാൻ? ബെറ്റർ ആയിട്ട് എല്ലാവരും അർഹരാണ്. എന്നാലും ജിൻഡോ, ജാസ്മിൻ അവർ രണ്ടുപേരും, പിന്നെ അർജുൻ കുറച്ചുകൂടി ബെറ്റർ ആവുന്നുണ്ട്. ബാക്കി ആരും എനിക്ക് അങ്ങനെ ബെറ്റർ ആയിട്ട് തോന്നിയിട്ടില്ല. ഇവര് മൂന്നുപേരും കുറച്ച്. അപ്പൊ ഇവര് മൂന്നാളായിരിക്കും ടോപ്പ് 3 വരാൻ പോകുന്നത്? എൻ്റെ മനസ്സിൽ ഒരു കണക്കുകൂട്ടലുകൾ വെച്ചിട്ട് അവർ മൂന്നുപേരാവാനാണ് ചാൻസ് കൂടുതലും ജാസ്മിനും ജിൻഡോയാണ് നിൽക്കുന്ന എല്ലാവരുടെ അഭിപ്രായത്തിൽ. ഇപ്പൊ ആർക്കാ കപ്പ് കിട്ടാൻ പോകുന്നത് ബിഗ് ബോസിൽ? കപ്പ് ജിൻഡോക്ക്. ഉറപ്പാ? ഉറപ്പാ. ഇപ്പൊ എന്തെങ്കിലും വ്യത്യാസം ജാസ്മിന് കിട്ടിക്കൂടാന്നുണ്ടോ? ജാസ്മിന് കിട്ടത്തില്ല. ഷുവർ ആണോ? അർജുനും കിട്ടില്ല? അർജുന് രണ്ടാൾ വരും, ജിൻഡോയും അർജുനും. ഇപ്പം ഒരുപാട് ആൾക്കാർ പറയുന്ന അർജുന് കപ്പ് കിട്ടുന്നതാണ്. കാരണം ശ്രീധു ഔട്ടായപ്പം അർജുന അവരുടെ വോട്ട് കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട്. ഇല്ല, എന്റെ അഭിപ്രായത്തില് ജിൻഡോയ്ക്ക് തന്നെ. ജിൻഡോയ്ക്ക് കിട്ടിയില്ല. ഫാൻസ് കൂടുതൽ PR വർക്സിൽ അവന് മൊത്തം എല്ലാത്തിലും ഓൾറെഡി ടോട്ടലി ഞാൻ കണ്ടെടുത്തേക്ക് ജിൻഡോയാണ്. ഏറ്റവും ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ആരാ? ഫേവറേറ്റ് സിജോ ആയിരുന്നു, ഓൾറെഡി ഔട്ടായി. ഇപ്പൊ ഉള്ളതില് അഭിഷേക് ആണ്. ഇപ്പൊ ടോപ്പ് 5 അതൊരു ഡിസേർവിംഗ് അല്ല എന്ന് ഫീൽ ചെയ്യുന്ന ആരെങ്കിലും? ഡിസേർവിംഗ് അല്ലാത്ത അർജുൻ ഉണ്ട്. അർജുൻ ഡിസേർവിംഗ് അല്ല. എന്തെങ്കിലും റീസൺ ഉണ്ടോ? റീസൺ ഇത്രയും നാളൊരു കോംബോ കളിച്ച് പൊക്കോണ്ടിരുന്നതായിരുന്നു ശ്രീധുവായിട്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഇന്നലെ ശ്രീധു ഔട്ടായിട്ടുണ്ട്. അപ്പം അതിൽ ഡിസേർവിംഗ് ആയിരുന്നു. ലൈക്ക് നോറ ആൻഡ് സിജോ രണ്ടുപേരെക്കാളും ഡിസേർവിംഗ് ആയിരുന്നു ടോപ്പ് 6ൽ വരാൻ. ഇന്നലത്തെ ശ്രീധുവിന്റെ എവിക്ഷൻ ഫെയർ ആയിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നോ? ഔട്ടാവണമായിരുന്നു. എനിക്കതായിരുന്നു. എനിക്ക് ടോപ്പ് 5 ഞാൻ പ്രതീക്ഷിച്ചവർ തന്നെയാണ്.
പ്രതീക്ഷ ഇവർ തന്നെയാണുള്ളത്. അപ്പോൾ ആദ്യം മുതലേ ഗെയിം കാണുമ്പോൾ ഇവർ തന്നെയാണോ പ്രതീക്ഷിച്ചിട്ടുള്ളത്, അതോ ഇങ്ങനെ ഇടയ്ക്ക് മാറി? അഭിഷേകിനെ പ്രതീക്ഷിച്ചില്ല, മറ്റേ ടിക്കറ്റ് ഫിനാലെ വന്നുകൊണ്ടാണ് അഭിഷേക് കയറിയതായിട്ട് എനിക്ക് തോന്നുന്നത്. അല്ലാതെ വേറെ ഞാൻ സിജോനെ പ്രതീക്ഷിച്ചായിരുന്നു. ബാക്കി എല്ലാവരും ഓക്കെയാണ്, അവരൊക്കെ തന്നെയായിരുന്നു ഓക്കെയാണ്. ജാസ്മിൻ ഇപ്പം ഇതല്ലാതെ ഇപ്പോൾ ഔട്ടായി പോയവരിൽ അവർ ഇവിടെ ഡിസേർവിങ് ആയിരുന്നു എന്ന് തോന്നുന്നവരിൽ വേറെ ആരുള്ളൂ? സിജോ അല്ലാതെ ആരെങ്കിലും ഉണ്ടോ? അപ്സര ഗുഡ് പ്ലെയർ ആയിരുന്നു, നല്ല പ്ലെയറാണ്. ചില കാരണങ്ങൾ കൊണ്ട് ജാസ്മിന് കപ്പ് കിട്ടും എന്നുള്ളൊരു ടോക്ക് ഉണ്ടല്ലോ സോഷ്യൽ മീഡിയയിലൊക്കെ. അത് മെയിൻ ഈ മറ്റേ എന്താ PR ടീമും കുറെ ഒക്കെ ഇവരുടെ പിന്നാലാണെന്ന് പറയപ്പെടുന്നു. പക്ഷെ അതൊക്കെ എനിക്ക് തോന്നുന്നുള്ളത് ഉള്ളതാണെന്ന്. മേ ബി അവര് കളിക്കുന്നുണ്ടല്ലോ, അപ്പൊ പകുതിയൊക്കെ നമ്മുടെ കയ്യിൽ തന്നെയല്ല. അവര് എത്ര തീരുമാനിച്ചാലും അങ്ങനെ ഒരാൾക്ക് കപ്പ് കൊടുക്കാൻ പറ്റും. എനിക്ക് തോന്നുന്നില്ല. അത് നമ്മള് ജനങ്ങള് പ്രേക്ഷകർ തീരുമാനിക്കുക ആര് ജയിക്കണം എന്ന് വിചാരിച്ചാൽ അവരാണ് ജയിപ്പിക്കാൻ പറ്റുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. ഇപ്പോഴത്തെ ഒരു ഗെയിമിന്റെ മൊത്തത്തിലുള്ള ഒരു രീതി വെച്ചിട്ട് കപ്പ് കിട്ടാൻ പോകുന്ന ആർക്കായിരിക്കും? കപ്പ് കിട്ടുന്നത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തായിരുന്നു. പക്ഷെ എൻ്റെ ഒരു ആഗ്രഹം വെച്ചിട്ട് ജിൻഡോ ബ്രോ തന്നെ കിട്ടണം. പുള്ളിക്കുള്ള ഒരു ഇത് ഉണ്ട്. ശ്രീതു എവിക്റ്റ് ആയ എപ്പിസോഡ് കണ്ടിരുന്നു. എന്താ ഫീൽ ചെയ്തത് കണ്ടപ്പോൾ? ശ്രീതു പുറത്തു പോയതില് പ്രത്യേകിച്ചിട്ട് അങ്ങനെ ഫീൽ ആയിട്ടില്ല. അത് ചിലവർ പറയുന്നത് അൺഫെയർ ആണെന്ന്, ചിലവർ പറയുന്നത് ഫെയർ ആണെന്ന്. അതിപ്പോൾ പ്രേക്ഷകർ വോട്ട് അടിസ്ഥാനത്തിലാണ് എവിക്റ്റ് ആവുന്നത്. അതിൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പം ശ്രീതുവിന്റെ എവിക്ഷൻ ഫെയർ ആയിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? അതെ അതെ, കുറച്ചും കൂടെ മുന്നേ ആവണമായിരുന്നു. അതെ അതെ, ഒന്നും ചെയ്യാണ്ട് അവിടെ ഒരു കോൺട്രിബ്യൂഷൻസും ഇല്ല, പുള്ളിക്കാരി അവിടെ ചെയ്തിട്ടില്ല. അപ്പൊ വേറെ ഒരാള് ഡിസേർവിംഗ് അല്ല എന്ന് ഫീൽ ചെയ്യുന്നത്? വേറെ ഡിസേർവിംഗ് ലൈക്ക് ഇവർ രണ്ടുപേരും ഡിസേർവിംഗ് അല്ലായിരുന്നു. അതല്ല, ടോപ്പ് 5-ലുള്ളവരില്, അതായത് ഇപ്പൊ ടോപ്പ് 3-ലേക്ക് ഇനി കയറണം എന്ന് താൻ ആഗ്രഹിക്കുന്നവര്? ടോപ്പ് 3 ജിൻഡോ, പിന്നെ ജാസ്മിൻ, പിന്നെ അഭിഷേക്. ഇവര് 3 ഓക്കെ. ഈ അർജുനെ പോലെ തന്നെ അഭിഷേകും കുറച്ചൊരു സൈലന്റ് ആയിട്ടൊക്കെ നിന്ന് അതെ അതെ, പക്ഷെ എനിക്ക് എന്റെ കൈൻഡ് ഓഫ് ഫേവറേറ്റ്, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ആളുടെ ബേസ് ഒക്കെ എല്ലാ രീതിയിലും പുള്ളി നിൽക്കുന്നതൊക്കെ. കോൺട്രിബ്യൂഷൻസ് ഇല്ല, അത് റിയൽ ആണ്, പക്ഷെ സ്റ്റിൽ എനിക്ക് ഇഷ്ടമാണ്, പേഴ്സണൽ ഫേവറേറ്റ് ആണ്. അതെ അതെ. ഇപ്പൊ എല്ലാരും ഭയങ്കരമായിട്ട് ടോപ്പ് 5-ലേക്ക് ടോപ്പ് 3-ലേക്കൊക്കെ റെക്കമെൻഡ് ചെയ്ത ഒരാള് സിജോ ഉണ്ടായിരുന്നു. അപ്പൊ സിജോ ഇപ്പൊ കഴിഞ്ഞ മുമ്പത്തെ വീക്ക് ഔട്ടായി പോയിട്ടുണ്ടല്ലോ. അപ്പം സിജോയുടെ ആ ഒരു എവിക്ഷനെ പറ്റിയിട്ട് എന്താ തോന്നുന്നു? ഫെയർ ആയിട്ടോ? അത് ഫെയർ തന്നെയാണ്. അവിടെ ഒരു കാട്ടുതീ പടർത്തുന്ന് പറഞ്ഞ് ഇങ്ങനെ വലിയ ഇതൊക്കെ ആക്കിയിട്ട് എന്തെങ്കിലും കാട്ടുതീ പോയിട്ട് ഒരു തീപ്പിടിയിൽ കത്തിച്ചൊന്നും എനിക്ക് ഡൗട്ടാണ്. ഒന്നും ഉണ്ടായില്ല. അതുപോലെ നമ്മുടെ സീക്രട്ട് ഏജന്റ് വെറും വാഴ എന്ന് പറഞ്ഞ വെറും വാഴ. അവൻ അവിടെ എന്ത് കാട്ടിയെ നമ്മൾ വിചാരിക്കും യൂട്യൂബിലൊക്കെ മല പറിക്കുന്നുണ്ടപ്പോ വിചാരിച്ചു അവിടെ ഒന്നും അതിന് വലിയ സൂപ്പറാക്കും ഇതാക്കുന്നു. ഒന്നും അവനിന്ന് നമുക്ക് പ്രേക്ഷകൻ എന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും കണ്ടന്റ് വേണ്ട. അവന് ഒന്നുമില്ല. അവിടെ കണ്ടന്റ് ഇപ്പൊ ജാസ്മിൻ നെഗറ്റീവ് കണ്ടന്റ് ആണ് പുറത്ത് കൊടുക്കുന്നതെങ്കിൽ പോലും അവിടെ കണ്ടന്റ് കൊടുക്കുന്നുണ്ടല്ലോ. അതുപോലെ ജിൻഡോയും കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇപ്പൊ പുള്ളി അത്ര ആക്റ്റീവായിട്ട് കാണുന്നില്ല. മേ ബി അതുകൊണ്ട് എനിക്ക് ഡൗട്ട്. ഇപ്പൊ ജാസ്മിൻ ഫസ്റ്റ് അടിക്കോ ജിൻഡോ ഫസ്റ്റ് അടിക്കോ? ജിൻഡോ ഇപ്പൊ ലാസ്റ്റ് വീക്കിലൊക്കെ സൈലന്റ് ആയിട്ടിരിക്കുന്ന പുള്ളിയുടെ ഒരു കൈൻഡ് ഓഫ് സ്ട്രാറ്റജി ആണ്. മേ ബി അതാവാം. കാരണം ഇനിയിപ്പോ ഇത്ര സപ്പോർട്ട് ഉണ്ടെന്ന് എല്ലാരും അറിഞ്ഞു. പുറത്തെ കാര്യങ്ങൾ എല്ലാരും ഏകദേശം അറിഞ്ഞു. വീട്ടുകാരും വന്ന് അങ്ങനെയൊക്കെ അറിഞ്ഞല്ലോ. അപ്പൊ ഇനി ഇവരെ താങ്ങിക്കൊണ്ട് പൊക്കോളും എന്നൊരു വിശ്വാസം ഉണ്ട്. അതിപ്പോ നമ്മുടെ കൈവിട്ട തീരാവുന്ന കേസുള്ളതെല്ലാം. പിന്നെ അങ്ങനെയാണ്. ഇപ്പൊ ജിൻഡോ ജയിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. പക്ഷെ അറിയിക്കുന്ന കപ്പടിക്കട്ടെ. ശ്രീതുവിന്റെ എവിക്ഷൻ ഫെയർ ആയിരുന്നു? അതൊരു അൺഫെയർ എവിക്ഷൻ ആയിട്ട് എനിക്ക് തോന്നുന്നു. ഇന്നലത്തെ എപ്പിസോഡ് കണ്ടിരുന്നോ? ഗബ്രി വരുന്ന എപ്പിസോഡ് കണ്ടിരുന്നു. ആ ഒരു ഗബ്രിയുടെയും ജാസ്മിന്റെയും മൊമെന്റ്സ് ഒക്കെ കണ്ടപ്പം എന്താ തോന്നി? അത് അതൊരു സ്ക്രിപ്റ്റഡ് പോലെ എനിക്ക് തോന്നി. കാര്യം ഗബ്രി വന്ന് മറ്റേ രതീഷിനെ എണീപ്പിക്കുന്നു, രതീഷ് പോയി ജാസ്മിനെ വിളിച്ച് ഇവിടെ കൊണ്ടുവരുന്നു, ജാസ്മിൻ ഗബ്രിനെ കാണുമ്പോൾ ഞെട്ടുന്നു. ഇതൊക്കെ ഒരു എഴുതി പിടിപ്പിച്ച പോലത്തെ ഒരു സാധനങ്ങളാണ് ഫീൽ ചെയ്യുന്നത്. അപ്പൊ ജിൻഡോയുടെ ഗെയിം ഒരു ക്വാളിറ്റി ഗെയിം അല്ലെന്ന് പറയുന്നുണ്ട് ആൾക്കാർ. ആളുടെ ഒരു ട്രിക്കാണ്. നേരത്തെ അങ്ങനെയാണ്. നേരത്തെ ആദ്യം വെറുപ്പിച്ചിട്ട് വന്ന ആൾക്കാർ ഇപ്പൊ കയറി പോയില്ലേ? ആണോ? അപ്പൊ ഇപ്പം നന്നായിട്ട് കളിക്കുന്നുണ്ടല്ലോ. ഫെയർ ആണ് ജിൻഡോയുടെ ഗെയിം ഒക്കെ. ഇപ്പൊ ബാക്കിയുള്ളവരുടെ ഗെയിം ഒക്കെ എങ്ങനെയാ ഫീൽ ചെയ്യുന്നത്? അൺഫെയർ ആണ്. ജിൻഡോ മാത്രമാണ് അടിപൊളി. ജിൻഡോ അടിപൊളി ഇതല്ല, ചാൻസ് ഉള്ളത് ഉറപ്പ്. അപ്പൊ കപ്പ് ജിൻഡോ. അടിപൊളി ഇത് പറയാൻ ഈ സീസണിൽ അങ്ങനെ ആരും ഇല്ല പ്രത്യേകിച്ച് പറയാൻ. ഇപ്പൊ പിന്നെ അഖിൽ മാരാറിന്റെ ആ ഇത് കുറെ ഇതില്ലേ, അതൊക്കെ പിന്നെ ബിഗ് ബോസ് കുറെ ആൾക്കാർ അതിനെ നിർത്തി. അപ്പൊ ഈ സീസണോട് കൂടിയിട്ട് ബിഗ് ബോസ് നിൽക്കും തോന്നുന്നുണ്ടോ? തോന്നുന്നില്ല. ഇല്ല, ഇനിയും പോകും. ജാസ്മിന്റെയും ഗബ്രിയുടെ ആ ഒരു റിലേഷൻഷിപ്പിനെ പറ്റി എന്താ അപ്പൊ ഫീൽ ചെയ്യുന്നത്? അത് അവരുടേതായ, എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇതൊന്നും സ്ട്രാറ്റജി ആണെന്ന് ഫീൽ ചെയ്തിട്ടില്ല. ഇല്ല, റിയൽ ആണെന്നാണ് തോന്നുന്നത്. റിയൽ ആണെന്നുള്ള ഫ്രണ്ട്ഷിപ്പ് അറിയില്ല അവരുടെ ഇത്. ഓക്കെ. അർജുൻ ശ്രീതു അതുപോലെ തന്നെ സ്ട്രാറ്റജി ആണെന്ന് ഞാൻ
ചിന്തിക്കാനുള്ളത്. ഇപ്പോൾ ഗബ്രി ഇന്നലെ വീട്ടിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ജാസ്മിൻ്റെ ആ ഒരു റെസ്പോൺസ് ഒക്കെ കണ്ടിട്ട് അവരിതിന് പ്ലാൻഡ് ആയിരുന്നു എന്ന് തന്നെ ഫീൽ ചെയ്യുന്നുണ്ടോ? പ്ലാൻഡ് ആയിരുന്നു, ചില സാഹചര്യങ്ങൾ ഫീൽ ചെയ്തുണ്ട്. പക്ഷേ ഒന്ന് കറക്റ്റായിട്ട് ഒരു ട്രാക്കിൽ കയറി വന്ന ഒരാളായിരുന്നു ജാസ്മിൻ തിരിച്ച്. പക്ഷെ ഗബ്രി വന്നപ്പം വീണ്ടും പഴയതുപോലെ പോകുന്നുണ്ടോ എന്നൊരു ഡൗട്ട് തോന്നുന്നുണ്ട്. അപ്പം ജാസ്മിന്റെ ആ ഒരു ഡിപ്പെൻഡൻസി ജാസ്മിനെ വല്ലാതെ എഫക്ട് ചെയ്യുന്നു. സിംഗിൾ ആയിട്ട് ഒരു ട്രാക്കിലോട്ട് വന്നോണ്ടിരുന്നായിരുന്നു ജാസ്മിൻ, നല്ല രീതിയിൽ കളിച്ചത്. പക്ഷെ ഗബ്രി വന്നപ്പോൾ വീണ്ടും ഡിപ്പെൻഡ് ആവുന്നുണ്ട്, ചെറുതായിട്ട് ഡിപ്പെൻഡ് ആവുന്നുണ്ട് ഗബ്രിയിലേക്ക്. ഓക്കെ, ഇപ്പം സൺഡേ ഫിനാലെ നടക്കാൻ പോവാണല്ലോ. അപ്പം എന്തെങ്കിലും ഇപ്പോൾ വോട്ട് മറിയലോ കാര്യങ്ങളോ ഇപ്പോൾ നിലവിൽ പറയുന്നുണ്ട് സീസൺ 4 പോലെയുള്ള തരത്തിലുള്ള വോട്ട് മറിയൽ ഉണ്ടാകും. ഇപ്പം റോബിനും ദിൽഷയും, റോബിന്റെ കുറെ ഫാൻസ് ആണ് ദിൽഷയ്ക്ക് വോട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു രീതിയിൽ ഇനിയിപ്പം ശ്രീധുവിന്റെ ഫാൻസ് അർജുൻ ആ ഒരു സപ്പോർട്ട് കൊടുത്ത് ജയിപ്പിക്കാനുള്ള ചാൻസസ് ഉണ്ടോ? അതിപ്പോ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം വോട്ട് കൊടുക്കുന്ന ആരാണ് എന്താണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. നമ്മൾ ടെലികാസ്റ്റ് ചെയ്യുന്നു, നമ്മൾ കാണുന്നു. പക്ഷേ ഇപ്പം ബിഗ് ബോസിനെ ബേസ് ചെയ്ത് കുറേ അധികം അലിഗേഷൻസ് വരുന്നുണ്ട്. ബിഗ് ബോസ് അൺഫെയർ ആണ്, ഫുള്ള് പ്ലാൻഡ് ആണ്. ഇപ്പം ജാസ്മിന്റെ കേസ് വന്നിട്ടാണെങ്കിൽ അതുകൊണ്ട് നമുക്ക് അതൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അവർ തന്നെ പറയുന്നത് ഇത് അൺപ്രെഡിക്റ്റബിൾ ആണെന്ന്. ഇപ്പൊ ബിഗ് ബോസിൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലും കളികൾ നടക്കുന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ടോ? സംടൈംസ് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് നമ്മൾ പ്രേക്ഷകരെ അവർ ഫൂൾ ആക്കുവാണെന്ന്. സംടൈംസ് അല്ല, ഇത് ഫെയർ ആണെന്ന് ഫീൽ ചെയ്യും. അങ്ങനെ രണ്ട് രീതി പോവുകയാണ് ബിഗ് ബോസ്. ഇതിനിപ്പോൾ ഫിനാലെ ആകുമ്പോൾ എന്തൊക്കെ തിരുമാറി വരുമെന്ന് അറിയത്തില്ല. ഇപ്പോൾ ഈ ജാസ്മിനും നമ്മൾ ജിൻഡോന്ന് രണ്ടുപേർ പറഞ്ഞിട്ട് ചിലപ്പോൾ ഇവരായിരിക്കത്തില്ല, വേറെ ആരെങ്കിലും ആയിരിക്കും. ഒന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഗബ്രിയുടെ ആ ഒരു എൻട്രി ജാസ്മിനായിട്ടുള്ള ഒരു ഇതൊക്കെ അവര് പുറത്ത് ഈ പറയുന്ന ആ തരത്തിൽ പോയി കഴിഞ്ഞാൽ ജനങ്ങൾ ഏറ്റവും കൂടുതൽ കാണും എന്നുള്ളൊരു വിശ്വാസത്തിന്റെ പേരിൽ ചെയ്തതാണെന്ന് എനിക്ക് തോന്നുന്നത്. ചെയ്തതായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഇപ്പൊ ജാസ്മിന്റെ ഒരു ഹിസ്റ്ററി അറിയാവുന്നിടത്തോളം അത് അങ്ങനെയൊക്കെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല ജാസ്മിന് പേഴ്സണലി അറിയാവോ? അല്ല പേഴ്സണലി അല്ല, നമ്മളും ഈ സോഷ്യൽ മീഡിയ വഴി കണ്ടിട്ടുള്ള ഒരു പരിചയം വെച്ചിട്ട് പറഞ്ഞുള്ളത്. ഇപ്പൊ ഇന്നലത്തെ എപ്പിസോഡ് കഴിഞ്ഞപ്പം ഇതുവരെ നെഗറ്റീവ്സ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന കുറച്ച് ആളുകൾ കൂടി പറയുന്നുണ്ട്. ഇതിനു മുമ്പ് അവർ പോയപ്പം ഇത്രയും പ്രശ്നങ്ങൾ പുറത്തുണ്ടെന്ന് അറിഞ്ഞിട്ടും ഗബ്രി അകത്ത് വന്ന് അതേ രീതിയിലുള്ള ഒരു അടുപ്പം ജാസ്മിനോട് കാണിക്കണമെങ്കിൽ അത് റിയൽ ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. എന്താണ് ഒരു പോയിന്റ്? അതിപ്പോ തിരിച്ചു വന്നിട്ട് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിട്ട് വീണ്ടും ചെന്ന് കഴിഞ്ഞിട്ട് അങ്ങനെ കാണിക്കാതിരുന്നു കഴിഞ്ഞാൽ ആൾക്കാർ കൂടുതൽ കൺവിൻസിങ് ആവാതെ പോകും എന്ന് കരുതിക്കൊണ്ട് ചെയ്തതാവാനാണ് സാധ്യത. സത്യാവസ്ഥ എന്താണെന്നുള്ളത് അവർക്ക് അറിയാം. ആർക്ക് കപ്പ് കിട്ടുന്ന തോന്നുന്നു? അല്ല, നമ്മളെപ്പോഴും സാധാരണ ബിഗ് ബോസിൽ കാണാറുള്ളത് ആരാണ് ജനങ്ങൾക്കിടയിൽ ഏറ്റവും കൂടുതൽ സംസാരം ഉണ്ടാക്കുന്നത് അവർക്കാണ് കപ്പ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ അത് വെച്ചിട്ട് മേ ബി ജാസ്മിൻ ആയിരിക്കാം ഇപ്പം പറഞ്ഞതുപോലെ എന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ ജിൻഡോ, രണ്ടിലെ ആർക്കെങ്കിലും ആയിരിക്കും. ഇന്നലത്തെ എപ്പിസോഡ് കണ്ടിരുന്നു. ഇന്നലത്തെ എപ്പിസോഡിൽ ശ്രീധു പറയുന്നുണ്ട് അർജുൻ ഫേക്ക് ആണ്, അല്ലെങ്കിൽ ശ്രീധുവിനത് എന്തോ മനസ്സിലായ പോലെയാണ്. ശരണ്യ വന്ന ശേഷമാണെന്ന് തോന്നുന്നു. അതെ, ശരണ്യ വന്നപ്പം പുറത്തുനിന്നുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടാത്തോണ്ടായിരിക്കും മേ ബി. എന്നിട്ട് അവർ ഗെയിം എക്സ്പോസ് ചെയ്യാൻ തുടങ്ങിയത് അപ്പോഴാണ്. പക്ഷെ അപ്പൊ തന്നെ പുള്ളിക്കാരി ഔട്ടായി. കുറച്ച് നാളും മുന്നേ ചെയ്തിരുന്നെങ്കിൽ മേ ബി കോംബോ പിടിക്കാതെ അവർ നിലനിന്ന് പോയേനെ. ഇപ്പം അർജുൻ ഒരു ഫേക്ക് ഗെയിമർ ആണെന്നുള്ള ഡൗട്ട് ആദ്യം മുതലേ ശ്രീധുവിന് വന്നിട്ടും ശ്രീധു ഇതിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ടോ? ആ ഒരു ഗെയിമിന്റെ പ്രോഗ്രസീവിന് വേണ്ടിയിട്ട് പുള്ളിക്കാരി വേറെ ഒന്നും ചെയ്യുന്നില്ല, കോംബോ കൊണ്ട് മാത്രമാണ് ഇത്ര ഡേയ്സ് അവിടെ നിന്നത്. സോ അതൊരു ബെനിഫിറ്റ് ആണെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഈവൻ മമ്മി വന്ന് പറഞ്ഞിട്ട് പോലും കണ്ടിന്യൂ ചെയ്ത്. കപ്പ് ആർക്ക് കിട്ടുന്നു തോന്നുന്നു? ജിൻഡോയ്ക്ക്. കാരണം പുറത്തെ സോഷ്യൽ മീഡിയാസിലൊക്കെയും വോട്ടിംഗ് കാര്യങ്ങളൊക്കെ കൂടുതൽ ജിൻഡോ. അപ്പം ജാസ്മിനും ഇപ്പൊ കുറച്ച് ഫേവറേറ്റ്സും ആളുകൾ പറയുന്നുണ്ടല്ലോ. ഇപ്പൊ PR ഗ്രൂപ്പ്സ് ഒക്കെ ആണെങ്കിൽ തന്നെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം ഒരു വോട്ട് മാറാനുള്ള ഇപ്പൊ ഒരു ഡൗട്ട്, ഇനി ശ്രീധുവിന്റെ വോട്ടൊക്കെ അർജുൻ പോയി ടോപ്പ് 2 ചേഞ്ച് ആവും എന്നുള്ള ഡൗട്ടാണ്. അപ്പൊ 4ാമത്തെ സീസണില് റോബിന്റെയും ദിൽഷയുടെയും കേസിൽ അങ്ങനെ സംഭവിച്ചതുപോലെ ഒരു സംഭവം ഉണ്ടാവും തോന്നുന്നുണ്ടോ? ഉണ്ട്, പക്ഷെ സ്റ്റിൽ ജിൻഡോ തന്നെ ആയിരിക്കും മേ ബി കപ്പ് അടിക്കാൻ കിട്ടാൻ പോകുന്നത്.